പ്രിയപ്പെട്ട കുട്ടികളെ, ഈ വർഷം SSLC പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും റിവിഷൻ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ വളരെ ആശങ്കയോടെ കാത്തിരുന്ന ആ വാർത്ത വന്നു. SSLC പരീക്ഷ നടക്കാൻ പോവുകയാണ് കോവിഡിനോടൊപ്പം. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഈ പാഠഭാഗങ്ങൾ മുഴുവൻ പരീക്ഷയ്ക്ക് വരുമോ എന്നുള്ളത്. എന്നാൽ നമുക്ക് വളരെയേറെ ആശ്വാസം ഏകുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് നമ്മുടെ പഠന മേഖലകളെ അല്ലെങ്കിൽ നമ്മുടെ സിലബസിനെ തിരിക്കുകയും പരീക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട മേഖല തിരിച്ച് നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ ഗുണം ഏറ്റവും അധികം ലഭിക്കുന്നത് സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്കാണ് എന്ന് തോന്നുന്നു. ഞാനിത് പറയാൻ കാരണം, സാമൂഹ്യ ശാസ്ത്രം വളരെയേറെ പഠന ഭാരമുള്ള ഒന്നാണ്. ഒരുപാട് പാഠഭാഗങ്ങളുണ്ട്. എന്നാൽ നമുക്ക് ഈ വർഷം SSLC പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ഏരിയ എന്ന നിലയിൽ തിരിച്ചു നൽകിയപ്പോൾ 7 ചാപ്റ്ററുകൾ മാത്രമാക്കി ചുരുക്കിയിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. എന്താണ് ഈ ഫോക്കസ് ഏരിയ എന്നത് ഒക്കെ തന്നെ. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയും, നമ്മുടെ പഠനഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടി വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ചാപ്റ്ററുകളെ തിരിച്ചു തന്നിരിക്കുന്നു. പ്രത്യേകിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ഊന്നൽ നൽകേണ്ട പാഠഭാഗങ്ങൾ, അതിനെയാണ് ഫോക്കസ് ഏരിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാമൂഹ്യശാസ്ത്രത്തിൽ ഫസ്റ്റ്, സെക്കൻഡ് പുസ്തകങ്ങളിലായി 7 ചാപ്റ്ററുകളായി ചുരുക്കിയിരിക്കുന്നു ആ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഫോക്കസ് ഏരിയയിൽ നിന്നും മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുമോ എന്നുള്ളത്. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തത വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതാണ്. സാമൂഹ്യശാസ്ത്രത്തിന് സാധാരണഗതിയിൽ 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന ചാപ്റ്ററുകളിൽ നിന്നും 7 ചാപ്റ്ററുകളിൽ നിന്നും ആ 80 മാർക്കിൻ്റെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ആ 80 മാർക്കിനും ചോയ്സ് ലഭിക്കുകയും അത് മറ്റ് ചാപ്റ്ററിൽ നിന്നും ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ 160 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാധ്യത ഉണ്ട്. ഫോക്കസ് ഏരിയയിൽ നിന്ന് നിർബന്ധമായിട്ടും ചോദ്യങ്ങൾ അതിന് ചോയ്സ് ആയിട്ട് മറ്റ് ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ചാപ്റ്ററുകൾ മാത്രം പഠിക്കുന്ന ഒരു കുട്ടിക്ക് A+ നേടുന്നതിന് ആവശ്യമായ മാർക്ക് ലഭിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ അവിടെ നിന്നും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നല്ല മാർക്ക് വാങ്ങണമെന്നും ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫോക്കസ് ഏരിയയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ മറ്റു പാഠഭാഗങ്ങൾ കൂടി മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഫോക്കസ് ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുത്ത് അത് മാത്രമായി പഠിക്കുമ്പോൾ അതിൽ നിന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയാതെ വന്നാൽ പകരം നമുക്ക് എഴുതാൻ കഴിഞ്ഞിരിക്കണം. അങ്ങനെ കഴിയണമെങ്കിൽ മറ്റു ഭാഗങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതായാലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയയിൽ വരുന്ന ചാപ്റ്റേഴ്സും അതിൻ്റെ അവിടെ നിന്ന് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും ഒക്കെ തന്നെയാണ്. ഈ സോഷ്യൽ സയൻസ് ഫസ്റ്റ്, സെക്കൻഡ് എന്നിവയിൽ നിന്ന് 7 ചാപ്റ്ററുകളാണ് ഈ ഫോക്കസ് ഏരിയയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ ഓരോ ചാപ്റ്ററിൽ നിന്നും ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട പാഠഭാഗങ്ങളും പ്രത്യേകം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഠനം എന്ന് പറയുന്നത് വളരെ സുഖകരമായ ഒന്നായി, ലളിതമായ ഒന്നായി ഇവിടെ മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, സോഷ്യൽ സയൻസ് 1-ൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 1 റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, 2ാമത്തത് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം, 3 ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, മറ്റൊന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഇവിടെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് ആണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന ചാപ്റ്റർ പഠിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏരിയാസ് ടു പേ മോർ അറ്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ചില പാഠഭാഗങ്ങൾ നൽകിയിരിക്കുന്നു. അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ഇതൊക്കെയാണ്. നമുക്കറിയാം, 1ാമത്തെ ചാപ്റ്ററിൽ സാധാരണഗതിയിൽ നമുക്ക് പല വിപ്ലവങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ, അതുപോലെ ചൈനീസ് റെവല്യൂഷൻ, ഇതൊക്കെ. എന്നാൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ചാപ്റ്ററിൽ പ്രധാനമായി ഊന്നൽ കൊടുക്കേണ്ട പാഠഭാഗം എന്ന് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, റഷ്യൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് ചുരുക്കി നൽകിയപ്പോൾ നമ്മൾ അതിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പഠിക്കേണ്ടത്.
എന്താണ് വിപ്ലവം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വിപ്ലവം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ അവസ്ഥ മാറ്റുന്നതിന് വേണ്ടി നടക്കുന്ന സമരമാണ്. അത് മാറ്റി പുതിയൊരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സംവിധാനം ഉടലെടുക്കുന്നു, രൂപപ്പെടുത്തുന്നു. അതിനുവേണ്ടി നടത്തുന്ന ജനങ്ങളുടെ സമരത്തെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്, റവല്യൂഷൻസ് എന്ന് പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകത്ത് ആദ്യകാല റെവല്യൂഷൻസ് ഒക്കെ തന്നെ ഉടലെടുക്കുന്നത് പ്രധാനമായിട്ടും റിനൈസൻസ് പീരീഡിന്, നവോത്ഥാന കാലഘട്ടത്തിന് ശേഷമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായ ഉയർന്ന ചിന്ത, പുത്തൻ ആശയങ്ങൾ, ഇതൊക്കെ ജനങ്ങളിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മോഹം വളർത്തുകയും തങ്ങളുടെ രാഷ്ട്രീയ, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് എന്താണെന്ന് അവർ മനസ്സിലാക്കുകയും അതിനെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കുകയും അത് മാറ്റുന്നതിന് വേണ്ടി നിരവധി ചിന്തകന്മാരും ഫിലോസഫേഴ്സും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള സംഭാവനകൾ നൽകുകയും അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുകയും നിലവിലുള്ള അവസ്ഥ മാറ്റുകയും ചെയ്യുന്നതിനാണ് നമ്മൾ റെവല്യൂഷൻസ് എന്ന് പറയുന്നത്. ഈ അധ്യായത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട, കൂടുതൽ ഊന്നൽ നൽകി പഠിക്കേണ്ട 3 റെവല്യൂഷൻസ് ആണ്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, അതുപോലെ തന്നെ റഷ്യൻ റെവല്യൂഷൻ. ഇതിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് ആദ്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ അധ്യായത്തിൽ നിന്നും സാധാരണഗതിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 6 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത് മുൻകാലങ്ങളിൽ. ഈ വർഷം അതിന് വ്യത്യാസം ഉണ്ടാകുമോ എന്ന് പറയുവാൻ വേണ്ടി കഴിയില്ല. എങ്കിൽ പോലും ഒരു റെവല്യൂഷൻ, ഇവിടെ 3 റെവല്യൂഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുള്ളൂ. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ. ഈ 3 റെവല്യൂഷൻസും നമ്മൾ പഠിക്കുമ്പോൾ അതിനൊരു പൊതുവായ രീതിയിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഒന്ന്, ഈ അമേരിക്കയിൽ അല്ലെങ്കിൽ ഫ്രാൻസിൽ അല്ലെങ്കിൽ റഷ്യയിൽ ഈ 3 റെവല്യൂഷൻസും ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ നിലനിന്നിരുന്ന സാഹചര്യം എന്തായിരുന്നു, പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് എന്തായിരുന്നു എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 3 റെവല്യൂഷനെയും പ്രചോദനം നൽകിയ, ഈ 3 വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകിയ ചില തിങ്കേഴ്സ് ഉണ്ടായിരുന്നു, ചിന്തകന്മാരുണ്ടായിരുന്നു, റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരാരൊക്കെയാണ്? മൂന്നാമത്, ഈ 3 റെവല്യൂഷൻസിന്റെയും വ്യത്യസ്ത ഘട്ടങ്ങൾ, അവിടെ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്? നാലാമത്, ഇതിന്റെ റിസൾട്ട് എന്തൊക്കെയായിരുന്നു, കോൺസിക്വൻസ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ലോകത്തെ ഇത് എങ്ങനെയാണ് സ്വാധീനിച്ചത്, ലോകത്തെ എങ്ങനെയാണ് ഈ റെവല്യൂഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ ഈ പാഠഭാഗം പഠിക്കുന്നവർ, ഈ 3 റെവല്യൂഷൻസും പഠിക്കുന്നവർ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഏത് റെവല്യൂഷനെ കുറിച്ച് ചോദിച്ചാലും ആദ്യം നമ്മൾ അവിടെ നിലനിന്നിരുന്ന സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് എഴുതുക. പിന്നീട് അവിടെ ആ ഓരോ വിപ്ലവത്തിനെയും സ്വാധീനിച്ച വ്യക്തികൾ, ചിന്തകന്മാര്, എഴുത്തുകാര്, അവരെ കുറിച്ച് എഴുതുക. പിന്നീട് ആ റെവല്യൂഷന്റെ ഡിഫറെന്റ് സ്റ്റേജസിനെ കുറിച്ച് എഴുതുക. അവസാനം അതിന്റെ കോൺസിക്വൻസസ്, ഇൻഫ്ലുവൻസ് എന്നിവയെ കുറിച്ച് എഴുതുക. ഇത്രയും എഴുതി കഴിയുമ്പോൾ ഓരോ റെവല്യൂഷന്റെയും ആൻസറായി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ അമേരിക്കൻ റെവല്യൂഷനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എഴുതേണ്ടത് അമേരിക്കയിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, അമേരിക്കയിലെ കുടിയേറ്റക്കാർ ബ്രിട്ടീഷുകാരായിരുന്നു. അമേരിക്കയിലേക്ക് കുടിയേറിയ ബ്രിട്ടീഷുകാർ, അമേരിക്കയിലേക്ക് കടന്നു വന്ന ബ്രിട്ടീഷുകാർ, മൈഗ്രേറ്റ് ചെയ്ത ബ്രിട്ടീഷുകാർ അവിടെ വരികയും അവിടെ 13 കോളനീസ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. 13 കോളനീസ് അമേരിക്കയിൽ അവർ സ്ഥാപിക്കുന്നു. ഈ കോളനികളെ ചൂഷണം ചെയ്യുക എന്നതാണ് അവർ ചെയ്തത്. അവർ തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ കോളനികളെ അവർ ചൂഷണം ചെയ്തിരുന്നു. ഇതാണ് അമേരിക്കയിൽ നിലനിന്നിരുന്ന സാഹചര്യം എന്ന് പറയുന്നത്. ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ബ്രിട്ടീഷേഴ്സ്. അവർ ഈ 13 കോളനീസിനെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടത്, അവർ എങ്ങനെയാണ് രാഷ്ട്രീയമായും സാമൂഹികമായും അവരെന്ത് കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്തിരുന്നത് എന്നാണ്. പ്രധാനമായിട്ടും അവര് അമേരിക്കൻ റെവല്യൂഷണറീസ് ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നതായിരുന്നു. ഓരോ റെവല്യൂഷനും ചില വിപ്ലവങ്ങൾ, ചില മുദ്രാവാക്യങ്ങളുണ്ട്, സ്ലോഗനുണ്ട്. അമേരിക്കൻ റെവല്യൂഷന്റെ സ്ലോഗൻ എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഈ കോളനികളെ എങ്ങനെയാണ് ഇവർ ചൂഷണം ചെയ്തിരുന്നത്? അത് മർക്കന്റലിസ്റ്റ് ലോയിലൂടെയായിരുന്നു ചൂഷണം ചെയ്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവിടെ നിലനിന്നിരുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ എന്താണ് മർക്കന്റലിസ്റ്റ് ലോ എന്ന് പഠിക്കുകയും അത് എഴുതുകയും വേണം. ഇതിനെ മർക്കന്റലിസം എന്ന് പറയുവാനുള്ള കാരണം, അമേരിക്കയിൽ ഉള്ള ബ്രിട്ടീഷ് മർച്ചൻസ്, കച്ചവടക്കാർ തങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സഹായത്തോടു കൂടി, മദർലാൻഡ് ബ്രിട്ടന്റെ സഹായത്തോടു കൂടി അമേരിക്കയിൽ നടപ്പിലാക്കിയ നിയമങ്ങൾ,
അതായിരുന്നു മർക്കന്റിലിസം എന്ന് അറിയപ്പെടുന്ന നിയമങ്ങൾ. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നിതാണ്, ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രോം ദ കോളനീസ് മസ്റ്റ് ബി കാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. അമേരിക്കയിലെ ബ്രിട്ടീഷ് കോളനികളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയും അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഗുഡ്സും ബ്രിട്ടീഷ് കപ്പലിലൂടെ മാത്രമേ കൊണ്ടുവരികയും ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്ന്, ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി affixed on all the legal documents, newspapers, pamphlets, licenses, etc. അമേരിക്കൻ കോളനികളിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ബ്രിട്ടീഷ് സ്റ്റാമ്പ്സ് ഉപയോഗിക്കണം, ബ്രിട്ടനിലെ സ്റ്റാമ്പ് ഉപയോഗിക്കണം. അത് ബ്രിട്ടന് ഒരു വരുമാന മാർഗമായിരുന്നു. മറ്റൊന്ന്, ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ, എക്സെട്ര. മറ്റൊന്ന്, പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വോൾ, കോട്ടൺ, ടുബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വർ മെയിൻറ്റൈൻഡ് ഇൻ ദ കോളനീസ്. ഈ കോളനികളിൽ, അമേരിക്കൻ കോളനികളിൽ ഒരു ബ്രിട്ടീഷ് ട്രൂപ്സ് ഉണ്ടായിരുന്നു, കുറെ ബ്രിട്ടീഷ് ട്രൂപ്സ് ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് സൈന്യം. ഈ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അവർക്ക് ആവശ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സും ഒക്കെ തന്നെ അമേരിക്കക്കാർ നൽകണം, അമേരിക്കക്കാരുടെ ചെലവിൽ നൽകണം എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് മർക്കന്റിലിസ്റ്റ് ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നിയമങ്ങളിലൂടെയാണ് ബ്രിട്ടൻ അമേരിക്കയെ ചൂഷണം ചെയ്തിരുന്നത്. അതിന്റെ ഫലമായിട്ട് അമേരിക്കൻ സമ്പദ്ഘടനയെ അവർ ചൂഷണം ചെയ്യുകയും തരിപ്പണമാക്കുകയും ചെയ്തു. അപ്പോൾ ഈ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ, അമേരിക്കയിൽ നിലനിൽക്കുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് എഴുതുമ്പോൾ, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ കണ്ടീഷനെ കുറിച്ച് എഴുതുമ്പോൾ മർക്കന്റിലിസ്റ്റ് ലോസ് ഒഴിവാക്കാൻ പാടില്ല. ഈ മർക്കന്റിലിസ്റ്റ് ലോസ് കൃത്യമായി പഠിച്ച് ഇങ്ങനെയൊക്കെയാണ് ബ്രിട്ടീഷുകാർ അമേരിക്കയെ ചൂഷണം ചെയ്തിരുന്നത് എന്ന് പറയണം. ഈ ചൂഷണം സഹിക്കവയ്യാതെയാണ് അമേരിക്കയിലെ ജനങ്ങൾ ബ്രിട്ടനെതിരായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയത്. ഇനി ഇവരുടെ സമരത്തെ പ്രചോദിപ്പിച്ച ചില ചിന്തകന്മാരുണ്ടായിരുന്നു. എല്ലാ വിപ്ലവങ്ങൾക്കും പ്രേരകമായിട്ടുള്ള ചില ചിന്തകളും ആശയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അമേരിക്കൻ വിപ്ലവത്തെ ഇത്തരത്തിൽ പ്രചോദിപ്പിച്ചവർ ആരൊക്കെയാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകന്മാരാണ് ജോൺ ലൂക്ക്, തോമസ് പെയിൻ എന്നിവർ. ഇവരുടെ ചിന്തകൾ റവല്യൂഷണറീസിനെ, വിപ്ലവകാരികളെ, സ്വാതന്ത്ര്യ പോരാളികളെ വളരെയേറെ സ്വാധീനിക്കുകയുണ്ടായി. ഇനി വിപ്ലവത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടൻ അമേരിക്കയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾക്കെതിരെ, സാമ്പത്തിക ചൂഷണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് വേണ്ടി ഫിലാഡൽഫിയ എന്ന് പറയുന്ന പ്രദേശത്ത്, അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളുടെയും പ്രതിനിധികൾ ഒരു യോഗം ചേരുകയാണ് 1774. ഈ സംഭവത്തെയാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് അറിയപ്പെടുന്നത്. അമേരിക്കൻ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന, തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് അമേരിക്കയിൽ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത ആദ്യത്തെ സംഭവമാണ് 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1774. ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ച് അവരെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ബ്രിട്ടീഷ് രാജാവിന് മുമ്പിൽ ഒരു പെറ്റീഷൻ, ഒരു നിവേദനം നൽകുക എന്നുള്ളതായിരുന്നു. അതിൽ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ളതായിരുന്നു. ബ്രിട്ടനിൽ പല വിധത്തിലുള്ള നികുതികളും ഏർപ്പെടുത്തുന്നു. എന്നാൽ ഈ നികുതികൾ ഏർപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ആ നികുതികൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ അമേരിക്കക്കാർക്ക് യാതൊരു പങ്കാളിത്തവും ഇല്ലായിരുന്നു. അപ്പോൾ അമേരിക്കക്കാർക്ക് പങ്കാളിത്തമില്ലാത്ത, അമേരിക്കൻ റെപ്രസെന്റേറ്റീവ്സ് ഇല്ലാത്ത ഒരു സമിതി നികുതി ചുമത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു അവർ ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ നിവേദനത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട സ്ലോഗൻ, നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. എന്നാൽ ബ്രിട്ടീഷ് രാജാവ് അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അങ്ങനെ ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിന് ശേഷം ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ദാറ്റ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 ആൻഡ് ദി സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് elected ജോർജ് വാഷിംഗ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെന്റൽ ആർമി. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം 1776 കോണ്ടിനെന്റൽ കോൺഗ്രസ് പാസാക്കുന്ന ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. ദി ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ.
ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് എൻഡഡ് ഇൻ 1781. അങ്ങനെ തങ്ങൾ സ്വയം സ്വതന്ത്രരായി എന്ന് പ്രഖ്യാപിക്കുകയും ആ യുദ്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്തു. 1781 ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നത് ഒരു ട്രീറ്റിയിലൂടെ. അക്കോർഡിംഗ് ടു ദ ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783, ഇംഗ്ലണ്ട് റാറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. ഇംഗ്ലണ്ട് ഈ 13 കോളനീസിന് അവസാനം സ്വാതന്ത്ര്യം കൊടുക്കാൻ തീരുമാനിക്കുന്നു. 1783 ട്രീറ്റി ഓഫ് പാരീസിന്റെ ഫലമായിട്ട് എന്ന രാജ്യം രൂപം കൊള്ളുകയാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒന്നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അവിടെ അമേരിക്കയിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. 13 കോളനീസ്, ആ 13 കോളനീസിനെ എങ്ങനെയൊക്കെയാണ് ബ്രിട്ടൻ ചൂഷണം ചെയ്തതെന്ന് നമ്മൾ പഠിക്കുന്നു. മർക്കന്റലിസ്റ്റ് ലോസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ചൂഷണത്തിനെതിരായി അവർ നടത്തിയ സമരങ്ങൾ, അവരെ പ്രചോദിപ്പിച്ച എഴുത്തുകാര്, ചിന്തകര് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. കോണ്ടിനെന്റൽ കോൺഗ്രസ്, 2 കോണ്ടിനെന്റൽ കോൺഗ്രസുകൾ നടക്കുന്നു. അമേരിക്കൻ വാർ ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1776 ജൂലൈ 4 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് പാസ്സാക്കുന്നു. ട്രീറ്റി ഓഫ് പാരീസ് 1783, അതിലൂടെ അമേരിക്ക സ്വാതന്ത്ര്യം കൈവരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് നിന്നും നമ്മൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ്. ലോകം കണ്ട ഏറ്റവും വലിയ റവല്യൂഷൻ ഒന്നാണ് ഫ്രഞ്ച് റവല്യൂഷൻ. 1789 ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, വിപ്ലവങ്ങൾക്ക് ഒരു സ്ലോഗൻ ഉണ്ടായിരിക്കും, അതിനൊരു സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യം ഉണ്ടായിരിക്കും, അതിനെ പ്രചോദനം നൽകിയ ചിന്തകന്മാരും എഴുത്തുകാരും ഉണ്ടായിരിക്കും, അതിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടായിരിക്കും, അതിന് ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചും മനസ്സിലാക്കുക. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷന്റെ കാലത്ത് അവർ ഉന്നയിച്ച സ്ലോഗൻ എന്ന് പറയുന്നത് ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി എന്നതായിരുന്നു. ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രാറ്റേണിറ്റി. ഇനി ഫ്രഞ്ച് റവല്യൂഷന്റെ റീസൺ നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാരണം. സമൂഹം എന്ന് പറയുന്നത് ഫ്രഞ്ച് സൊസൈറ്റി ഡിവൈഡഡ് ഇൻറ്റു 3 എസ്റ്റേറ്റ്സ്. ദ ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്. ഇങ്ങനെ ഫ്രഞ്ച് സമൂഹം 3ആയിട്ട് വിഭജിക്കപ്പെട്ടിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും അവർ എല്ലാ അധികാരങ്ങളും എല്ലാ സമ്പത്തും കൈയാളിയിരുന്നു എന്ന് മാത്രമല്ല, തേർഡ് എസ്റ്റേറ്റ് ഇതിന്റെ എല്ലാ ഭാരങ്ങൾ ചുമക്കുകയും ചെയ്തിരുന്നു. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് ദേ ഫോളോഡ് എ ലക്ഷൂറിയസ് ലൈഫ്. വളരെ ആഡംബര പൂർണ്ണമായ ഒരു ജീവിതം അവർ നയിച്ചിരുന്നു. എന്നാൽ ഇവരുടെ ഈ ആഡംബര ജീവിതത്തിന് അവർ വക കണ്ടെത്തിയിരുന്നത് 3ആം എസ്റ്റേറ്റിലെ ജനങ്ങളെ ചൂഷണം ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ നിലനിന്നിരുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റി, that was one of the important reason for the outbreak of the French Revolution. തേർഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് പീപ്പിൾ ആണ്, ഫാമേഴ്സ്, ക്രാഫ്റ്റ്മാൻ, അവരൊക്കെയാണ് തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഭരണകാര്യത്തിൽ അവർക്ക് യാതൊരുവിധ റോളും ഉണ്ടായിരുന്നില്ല. വലിയൊരു തുക അവർ ടാക്സ് ആയിട്ട് നൽകിയിരുന്നു. സമൂഹത്തിൽ അവരുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരുന്നു. എന്നാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ് അത് ചുരുങ്ങിയ അംഗങ്ങളായിരുന്നു, ക്ലർജിയും നോബിൾസും. അവർ യാതൊരുവിധ ജോലിയും ചെയ്തിരുന്നില്ല, യാതൊരുവിധ അധ്വാനവും അവരുടെ ഭാഗത്തു നിന്നില്ല. എന്നാൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി, ആഡംബരത്തോടു കൂടി തേർഡ് എസ്റ്റേറ്റിൽ നിന്നും പിരിക്കുന്ന ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് സുഖകരമായ ഒരു ജീവിതം അവർ നയിച്ചിരുന്നു. അപ്പോൾ അവിടെ നിലനിന്നിരുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റിയെ കുറിച്ച് ഇതിന് ഉത്തരം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടതായിട്ടുണ്ട്. ഫ്രാൻസിലെ പാർലമെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ജനറൽ, ആ സ്റ്റേറ്റ് ജനറലില് ഇതുപോലെ തന്നെ 3 എസ്റ്റേറ്റിനും റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഏതൊരു വിഷയത്തെക്കുറിച്ചും വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഒരു എസ്റ്റേറ്റിന് 1 വോട്ട് എന്ന നിലയിലാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുക. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്സ് അവർ ഒന്നിച്ചു നിൽക്കുകയും തേർഡ് എസ്റ്റേറ്റ് ഒറ്റപ്പെട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന വിധത്തിലായിരുന്നു അവിടെ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എന്നാൽ ഒരു നിർണായക ഘട്ടത്തിൽ ഫ്രാൻസിലെ പുതിയതായി നികുതി ചുമത്തേണ്ട ആവശ്യം വന്നപ്പോൾ, സ്റ്റേറ്റ് ജനറലിന്റെ യോഗം നടന്നപ്പോൾ, അവിടെ തേർഡ് എസ്റ്റേറ്റിലെ റെപ്രസെന്റേറ്റീവ്സ് ഒരു ഡിമാൻഡ് ഉന്നയിച്ചു. ഓരോ സ്റ്റേറ്റിന് 1 വോട്ട് എന്ന നിലയിലല്ല തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. മറിച്ച് ആകെ പങ്കെടുക്കുന്ന റെപ്രസെന്റേറ്റീവ്സ് വോട്ട് ചെയ്ത് അതിൽ ഭൂരിപക്ഷമാണ് നോക്കേണ്ടത് എന്ന് തേർഡ് എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. അങ്ങനെ നോക്കുമ്പോൾ അതിൽ തേർഡ് എസ്റ്റേറ്റിന്റെ തീരുമാനത്തിന് ഭൂരിപക്ഷം ലഭിക്കും. എന്നാൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്സിലെ റെപ്രസെന്റേറ്റീവ്സ് അത് അനുവദിച്ചില്ല. ആ ഒരു സാഹചര്യത്തിൽ സ്റ്റേറ്റ് ജനറൽ ബഹിഷ്കരിക്കുകയും അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ യോഗം ചേർന്നുകൊണ്ട്
തേർഡ് എസ്റ്റേറ്റ് ചില നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിന് വേണ്ടി ഒരു ഭരണഘടന തങ്ങൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. മറ്റെല്ലാ വിപ്ലവങ്ങളെ പോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തെയും സ്വാധീനിച്ച ചില എഴുത്തുകാരുണ്ട്. വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ എന്നെല്ലാമുള്ള ലോകപ്രശസ്തരായ ചില ചിന്തകന്മാര്. അവരുടെ ചിന്തകളും ഈ വിപ്ലവകാരികളെ വളരെയേറെ സ്വാധീനിക്കുകയുണ്ട്. പിന്നീട് അതിന്റെ വിപ്ലവത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഫ്രാൻസിൽ നിലനിന്നിരുന്ന സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ്, അവയുടെ ഓരോരുത്തരുടെയും സവിശേഷതകൾ എന്തൊക്കെയാണ്. ടെന്നീസ് കോർട്ട് ഓത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ വിപ്ലവകാരികളെ പ്രചോദനം നൽകിയ എഴുത്തുകാരെ കുറിച്ച് വോൾട്ടയർ, മൊണ്ടസ്ക്യൂ, റൂസോ ഇവരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. വിപ്ലവത്തിന്റെ വിവിധ സ്റ്റേജസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ കോൺസിക്വൻസ്, ഇൻഫ്ലുവൻസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ടു ദ വേൾഡ്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇത് പഠിച്ചിരുത്തി ഈ ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ഇത്രയും നമ്മൾ പഠിച്ച് എഴുതിയാൽ 6 മാർക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ വിപ്ലവവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് റഷ്യൻ റവല്യൂഷനെ കുറിച്ചാണ്. ദ ഫസ്റ്റ് സോഷ്യലിസ്റ്റ് റവല്യൂഷൻ ഓഫ് ദ വേൾഡ്. റഷ്യയിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന സർ ചക്രവർത്തിമാര്, സറിസ്റ്റ് റൂളേഴ്സ്, അവർ റഷ്യയിലെ ജനങ്ങളെ അതിക്രൂരമായി ചൂഷണം ചെയ്തിരുന്നു. അതായിരുന്നു അവിടുത്തെ സോഷ്യൽ കണ്ടീഷൻ, സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും റഷ്യയിലെ ജനങ്ങളിൽ അസംതൃപ്തി വളർന്നു വരുവാനും ഒരു വിപ്ലവത്തിന് ഇറങ്ങിത്തിരിക്കുവാനും ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത ചിന്തകന്മാരും എഴുത്തുകാരും ആരൊക്കെയായിരുന്നു? പ്രശസ്ത നോവലിസ്റ്റ് ആയിട്ടുള്ള മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ ടർജനോവ്, ആന്റൺ ചെക്കോ, കാർൽ മാക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. ഈ ചിന്തകന്മാരുടെയും എഴുത്തുകാരുടെയും സ്വാധീനം റഷ്യൻ വിപ്ലവത്തിൽ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും മാക്സിന്റെയും എംഗൽസിന്റെയും ഒക്കെ സ്വാധീനത്തിന്റെ ഫലമായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി രൂപീകരിക്കുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെടുകയാണ്. പിന്നീട് അത് രണ്ടായിട്ട് വിഭജിക്കുന്നു, മെൻഷവിക് എന്നും ബോൾഷവിക് എന്നും. മെൻഷവിക് എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം എന്നും ബോൾഷവിക് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എന്ന അർത്ഥത്തിലാണ് രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നത്. ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ദ ബോൾഷവിക് വർ ലെനിൻ ആൻഡ് ട്രോട്സ്കി. അലക്സാണ്ടർ കെരൻസ്കി ലെഡ് ദ മെൻഷെവിക്. ഇങ്ങനെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി രണ്ടായിട്ട് വിഭജിക്കപ്പെടുന്നു, പിളരുന്നു. ഒന്നാം ഘട്ടം ഫെബ്രുവരി റവല്യൂഷൻ, അതിന്റെ ഫലമായിട്ട് അലക്സാണ്ടർ കെരൻസ്കി അധികാരത്തിൽ വരുന്നു. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ റവല്യൂഷനാണ്. അതിന് നേതൃത്വം കൊടുത്തത് ലെനിനാണ്. ലെനിന്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്സ് നടത്തുന്ന വിപ്ലവത്തിന്റെ ഫലമായിട്ട് റഷ്യ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായി മാറുന്നു. റഷ്യൻ റവല്യൂഷനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, റഷ്യയിലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷനാണ്. സർ ചക്രവർത്തിമാർ ചൂഷണം ചെയ്ത അവിടുത്തെ ഫാമേഴ്സിന്റെ അവസ്ഥ. രണ്ടാമത്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത നിരവധി ചിന്തകന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കണം. പിന്നീട് വിപ്ലവത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പറയണം. അതിനുശേഷം ഇതിന്റെ റിസൾട്ട് പറയണം. ഇത്രയും പറഞ്ഞാൽ റഷ്യൻ റവല്യൂഷനായി. ഇപ്പോൾ നമ്മളിവിടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട 3 റവല്യൂഷനെ കുറിച്ചാണ് പറഞ്ഞത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് റഷ്യൻ റവല്യൂഷൻ. വളരെ ഇനി ഈ പാഠഭാഗങ്ങളിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കാരണമായ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്: French society, thinkers and their ideologies. Explain the factors that led to the February Revolution in Russia. Explain the circumstances that led Bolsheviks into power in Russia. റഷ്യൻ വിപ്ലവത്തിൻ്റെ കാരണങ്ങളാണ് എഴുതേണ്ടത്. ഐഡൻറ്റിഫൈ ദ മെഷേഴ്സ് ടേക്കൺ ബൈ ദ ക്യാബിനറ്റ് ഹെഡഡ് ബൈ ലെനിൻ. ലെനിൻ്റെ നേതൃത്വത്തിൽ റഷ്യയിൽ നിലവിൽ വന്ന ആ മന്ത്രിസഭ കൈക്കൊണ്ട പ്രധാനപ്പെട്ട മെഷേഴ്സ് എന്തൊക്കെയായിരുന്നു? ഇത്തരത്തിൽ ഈ 3 വിപ്ലവങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരാം. ഇതിന് സമാനമായ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം.